ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇപ്പോൾ സമയം രാവിലെ 5 മണി. ശ്രീകൃഷ്ണ ജയന്തി ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോവുകയാണ്, കുന്നത്തൂർമേടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ. അപ്പം എല്ലാവർക്കും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇപ്പം കാലത്ത് 5:15 ഞങ്ങളിങ്ങനെ വഴിയിലൂടെ പോവുകയാണ്. തിരക്കേ ഇല്ലാത്തൊരു വഴി. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വൃന്ദാവനം ഓഡിറ്റോറിയമാണത്. നമ്മുടെ കണ്ണൻ, വലിയൊരു കണ്ണൻ അവിടെ ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട്. തായമ്പക അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ആനച്ചമയങ്ങളാണ്. വിവിധ വർണ്ണത്തിലുള്ള കുടകൾ, വെഞ്ചാമരങ്ങൾ, ആനപ്പട്ടം. എത്ര ആനയുണ്ടെന്ന് അറിയില്ല കേട്ടോ, കുറേ ആനകളുണ്ടാവുമല്ലോ ഇത്രയും ആനപ്പട്ടം കാണുമ്പോൾ. എന്തായാലും എല്ലാ വർഷവും അതിഗംഭീരമായിട്ടാണ് കുന്നത്തൂർമയുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുള്ളത്. അതിഗംഭീരമാണ്. ഇതിപ്പോൾ രാവിലെ 6 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ക്ഷേത്രം മുഴുവൻ നല്ല തിരക്കായി കഴിഞ്ഞു. ഇനി ഉച്ചയാകുമ്പോഴേക്കും അങ്ങനെ അതിഗംഭീര തിരക്കായിരിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ തന്നെ അതിമനോഹരമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ് കേട്ടോ. അത് തന്നെ ഗംഭീരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. നോക്കൂ, വളരെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതിഗംഭീരമായിട്ടാണ്. ഇവിടെ കൃഷ്ണക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയുണ്ട്, തൊട്ടടുത്ത് ഭഗവതി ക്ഷേത്രമുണ്ട്, ദേവിയുടെ ക്ഷേത്രം. എല്ലാ ദൈവങ്ങളും, കൃഷ്ണക്ഷേത്രം തന്നെ 2 ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കേട്ടോ. പൂക്കൾ കൊണ്ടും ദീപങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്ന അതിഗംഭീരമായ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെ. ഇതാണ് ബാലമുരളി ക്ഷേത്രം, ഒറിജിനൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഒറിജിനൽ എന്നല്ല, ബാലമുരളി പഴയ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അതാണ്. മറ്റേത് ബാലമുരളി ട്രസ്റ്റ് രൂപീകരിച്ചുണ്ടായ ക്ഷേത്രമാണ്. എങ്കിലും കൃഷ്ണൻ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അതുപോലെ ഗണപതി ഭഗവാനുണ്ട്, അയ്യപ്പനുണ്ട്, ശിവഭഗവാനുണ്ട്, ശനീശ്വര ഭഗവാനുണ്ട്, സർപ്പ ഭഗവാനുണ്ട്, ഭഗവതി അപ്പുറത്തുണ്ട്. കുന്നത്തൂർമയുടെ അമ്പലമൊക്കെ പോയി തൊഴുത് വന്നു. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ നൊച്ചൂർ ഗ്രാമത്തിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഞങ്ങൾ സ്ഥിരം വരുന്നൊരു ക്ഷേത്രമാണ്. ഇവിടെ നൊച്ചൂർ ഗ്രാമമാണ്, കൊടുവായൂരിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് നൊച്ചൂർ ഗ്രാമം. ഈ നൊച്ചൂർ ഗ്രാമത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, തൊട്ടടുത്ത് ഭഗവതി ക്ഷേത്രമുണ്ട്. പുനഃപ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഏകദേശം ഒരു 6 മാസം സമയം എടുക്കും തോന്നുന്നു. ഏകദേശം 6 മാസം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു അമ്പലമാണ് കൃഷ്ണക്ഷേത്രവും ഇവിടുത്തെ ഈ ഭഗവതി ക്ഷേത്രവും. ജയന്തിക്ക് നമ്മളുടെ പൂജാമുറി ഭഗവാന് പൂവൊക്കെ ഇട്ട് എല്ലാവരും. അപ്പോൾ ഭഗവാന് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി അതിൻ്റെ പായസം കൂടെ ആദ്യം നമ്മൾ ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന്റെ അവിടെ നിന്ന് കിട്ടിയ പായസം തന്നെയാണ്, എന്നാൽ നമ്മളുടെ ഭഗവാനും കൊടുക്കണ്ടേ. അപ്പം നമ്മളത് ചെയ്തു. ഇനി നമ്മൾ വിളക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. 2 അമ്പലങ്ങളിലും പോയിട്ട് വന്നു. എന്നാലും നമ്മുടെ ഭഗവാന്, വീട്ടിൽ ഭഗവാൻ നമ്മൾ പൂജ ചെയ്യുന്നു. വിളക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം.
അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി നമുക്ക് എന്തൊക്കെ പ്രസാദം കിട്ടി നോക്കണ്ടേ. അപ്പോൾ നമ്മൾ കുന്തർമയുടെ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച പ്രസാദങ്ങളാണ് കേട്ടോ. എന്തൊക്കെ നോക്കാം. ഉണ്ണിയപ്പം, ഒരു 4 ഉണ്ണിയപ്പം ഉണ്ട്. പിന്നെ ഇതെന്താ, ഇത് ഇത് അവിൽ. ഇതാ അവിൽ, ഇതാ അവിൽ കുഴച്ചത്. ഇത് അവിൽ കുഴച്ചത്. ഇതെന്താ, ഇത് പഞ്ചസാരയാണോ അല്ലേ? പഞ്ചസാര ഭൂരി പഞ്ചസാര, ഗുരുവായൂരൊക്കെ കിട്ടില്ലേ, ഭൂരി പഞ്ചസാര. ഭഗവാന് പ്രസാദമായിട്ട് കിട്ടിയതാണ് കേട്ടോ പഞ്ചസാര. കൊട്ടി വെക്കണം അവിടെ. ആ പഴമുണ്ട്, ഒരു പഴം, പിന്നെ കുറച്ച് പഞ്ചസാര. ഇതാണ് പഞ്ചസാര, ഭൂരി പഞ്ചസാര എന്ന് പറയും. പിന്നെ ഇത് പാൽപ്പായസം. ഇതാണ് ഭഗവാന്റെ അവിടെ നിന്ന് കിട്ടിയ പാൽപ്പായസം. അടിപൊളി പാൽപ്പായസമാണ്. ഈ ബാഗിലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തന്നെ. ഗുരുവായൂരപ്പൻ്റെ ബാഗാണ്. ബാഗ് കാണിച്ചു തരാം. നമ്മൾ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാഗ് ഉണ്ടോ? കണ്ണിൻ്റെ ബാഗ്. നമോ നാരായണായ ശ്രീകൃഷ്ണ ടെമ്പിൾ കുന്നത്തൂർ മേട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഭഗവാന് പായസം വെച്ചു. ഭഗവാന്റെ അതേ നക്ഷത്രമുള്ള ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, ശിവേട്ടൻ. അപ്പോൾ ആദ്യം പായസം നമുക്ക് ശിവേട്ടനും കൂടെ കൊടുക്കണം. കൃഷ്ണൻ്റെ അതേ നാളാണ് കേട്ടോ, രോഹിണി. അഷ്ടമി രോഹിണിയല്ല, രോഹിണി. അപ്പം രോഹിണി നക്ഷത്രക്കാർ ആദ്യം പായസം കഴിക്കട്ടെ. അപ്പം എന്താ ചേട്ടാ, ഞാൻ എടുക്കാം, വീഡിയോ തരും. പായസം കഴിച്ചു. ശിവേട്ടനാണ് എൻ്റെ ക്യാമറമാൻ. കൃഷ്ണൻ ഹാപ്പി ബർത്ത്ഡേ പോലെ നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ. രോഹിണിക്കാർക്കൊക്കെ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പം ഇനി ഞങ്ങൾ ഈ പായസം വീട്ടിൽ അച്ഛന് കൊണ്ട് കൊടുക്കണം കുറച്ച്. പിന്നെ ഇവിടെ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കൊടുക്കണം. പിന്നെ അപ്പം കൊടുക്കണം. ഓക്കെ, ഇനി ഉച്ചയ്ക്ക് ഇവിടെ ഒരു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ട് എന്താണ് അന്നദാനമുണ്ട് ഞങ്ങളിവിടെ വാഴക്കോട് അമ്പലത്തിൽ. അപ്പം ഞങ്ങൾ ആ അന്നദാനത്തിന് ഉച്ചയ്ക്ക് പോവും. ഇപ്പം ഞാനും പായസം പ്രസാദം കഴിക്കണം കാണിക്കാം കേട്ടോ. ഷുഗർ മാത്രമല്ല പറഞ്ഞു, രാജചേച്ചിക്കും പായസം കൊടുക്കട്ടെ. രാജചേച്ചിക്ക് ഷുഗറൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കും. നമ്മൾക്കൊക്കെയാണ് പ്രശ്നങ്ങൾ. എന്താ രാജചേച്ചി ഫുള്ളായി കഴിച്ചു. ഇങ്ങനെ അപ്പം ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. തപ്പം ആദ്യം നമ്മൾ പ്രസാദത്തിൽ തുടങ്ങണം ഇന്നത്തെ ദിവസം. അപ്പം വ്രതമൊന്നുമില്ല കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിക്ക് നമുക്ക് നോൺ കഴിക്കാൻ പാടില്ല എന്നുള്ള വെജ് എന്ത് വേണം കഴിക്കാം. ഭയങ്കര സോഫ്റ്റ് അപ്പം, കിടുവപ്പം, അടിപൊളി. ഇത് നമ്മൾ അവരിത്തിരി ടേസ്റ്റ് ചെയ്യാം. പ്രസാദം കിട്ടിയ എല്ലാം കഴിക്കണം. കയ്യിൽ തന്നെ എടുക്കാതെ, കയ്യിട്ട് തന്നെ എടുക്കണം. എന്താ അവിൽ കുഴച്ചത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കൃഷ്ണാമ്പലം ഗുരുവായൂരാണെങ്കിലും ഇവിടെ കൃഷ്ണാമ്പലങ്ങളിൽ അവിൽ കുഴയ്ക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. ഒരു ഡ്രൈ ഒക്കെ ആക്കിയിട്ട് നമ്മളെ കുഴയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടാറേ ഇല്ല. അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. ഗംഭീരം. നമ്മൾ പഞ്ചസാരയും കൂടെ ശകലം ടേസ്റ്റ് ചെയ്യണം. ചേച്ചി ഒരു സ്പൂൺ തരുമോ? മധുരത്തിൻ്റെ മേളമാണെന്ന്. ശ്രീകൃഷ്ണ ജയന്തി മധുരം, ഷുഗർ ഒരു ദിവസമൊക്കെ കഴിക്കാം അല്ലേ? തുടയ്ക്കണം. ശരി, ഞാൻ തുടയ്ക്കാം. നമ്മുടെ ഡ്രസ്സ് കൊണ്ടൊക്കെ ഇതൊക്കെയല്ലേ നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്ന രീതിയിലെ. നമ്മൾ ഭൂരിപ്പഞ്ചസാര അധികം കഴിക്കില്ല, കുറച്ച്. ഓക്കെ, കയ്യിൽ കൊട്ടിയിട്ട് അയ്യോ താഴെ വേണം. ഭൂരിപ്പഞ്ചസാര സൂപ്പർ. ഇനി നമ്മൾ പഴം കുറച്ച് കഴിക്കണം. പ്രസാദമായിട്ട് കിട്ടുമ്പോൾ നമ്മൾ പഴവും ശകലം എടുത്തിട്ട് കുറച്ച് ഞാൻ ശിവേട്ടനും രാജേച്ചിക്കും.
പഴം കിടുവാണോ പറഞ്ഞു പറയില്ലേ, അഴവും നന്നായിട്ടുണ്ട്. അപ്പം നമുക്കിനി പായസം ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. കുറച്ചെടുത്തുള്ള അധികം കഴിക്കില്ല, രാവിലെ എണിച്ചിട്ട്. എന്നാലും രാവിലെ നമ്മൾ അമ്പലത്തിൽ വന്ന് പ്രസാദങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പ്രസാദമാണ് മെയിൻ ആദ്യം കഴിക്കേണ്ടത്, ചായയൊക്കെ കുടിക്കുന്നത്. ഇത് പായസം. അരിപ്പായസമാണ് കേട്ടോ, അടപ്പായസമല്ല. അരി കൊണ്ടുണ്ടാക്കിയ പായസമാണ്. എന്തു ടേസ്റ്റാണെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. നമ്മളൊന്നും ഉണ്ടാക്കി അങ്ങനെ കിട്ടാറില്ല. നല്ല ഭംഗിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്, ഈക്വലി ടേസ്റ്റും. ഇങ്ങനെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 1000 പേർക്കുള്ള പായസം ഉണ്ടാവും അല്ലേ അവിടെ ചേട്ടാന്ന് അല്ലേ. 1/2 ലിറ്ററാണ്, ഇതുപോലെ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ്സാണ്. ഓക്കെ, ഈ 1/2 ലിറ്ററിന് അവർ ചാർജ് ചെയ്യുന്നത് 150 രൂപ. പിന്നെ ഞങ്ങൾക്കൊരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി, കാരണം നമ്മൾ സ്കൂളിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഫ്രീ ആണ്, അവരുടെ വക തന്നാണ്. ഞാൻ അഡീഷണലായിട്ട് ഒരു 2 പായസം ഇവിടെ കൊടുക്കാൻ, വീട്ടിൽ അച്ഛന് കൊടുക്കാനും നമ്മൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്ററിൻ്റെ പായസമുണ്ട്. അപ്പോൾ 2 അങ്ങനെ 3. അപ്പം 1/2 ലിറ്ററിൻ്റെ ഒരു ക്യാനാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, കഴിക്കാം ഈ അമ്പലത്തിൽ. അപ്പം നിങ്ങൾ അവിടെ എപ്പോൾ കുന്നത്തൂർമേട് പോയി അമ്പലത്തിൽ പോയാലും പാൽപ്പായസം പറഞ്ഞാൽ ഈ പാൽപ്പായസം തന്നെയാണ് കിട്ടുക. എൻ്റെ മോളുടെ ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പം ഇന്ന് വിദ്യയുടെ അനൂപ്മോൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അപ്പം അവർക്കും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വെഡ്ഡിങ് ഡേ ടു മൈ ചിൽഡ്രൻ. ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അന്നദാനം കഴിക്കാൻ പോകുന്ന സ്ഥലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ വഴി മുഴുവൻ കണ്ടോ, ശ്രീകൃഷ്ണ ജയന്തിയുടെ കൊടികൾ ഇങ്ങനെ വെച്ച് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ദേശവും നാട്ടിൻ പുറത്തുള്ള എല്ലാ ദേശങ്ങളും വളരെ ഭംഗിയായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് കേട്ടോ. ഇവിടെ ഭഗവതി ക്ഷേത്രമുണ്ട്, അതുപോലെ 2-3 ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളുടെ വാഴക്കോട് ദേശമാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് അന്നദാന ചടങ്ങ് നടക്കുന്നത്. അന്നദാനത്തിൻ്റെ അവിടെയുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. ഇത് കണ്ടോ, ഞങ്ങളുടെ വാഴക്കോട് ഗ്രാമത്തിലെ ചേച്ചി പപ്പടത്തിനടുത്ത് വരാൻ പേടി. എല്ലാവരും കൂടെ പപ്പടത്താണ് ഞങ്ങളുടെ സുഭദ്ര ചേച്ചി. പപ്പടം കാച്ചാണ്. ഇവിടുത്തെ ചേച്ചിമാരാണ് ഇവരൊക്കെ. ഇത് സുഭദ്ര ചേച്ചിയുടെ മരുമോള് സന്ധ്യ. ഗംഭീര പരിപാടിയാണ് കേട്ടോ. ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ ചെറിയ സന്തോഷങ്ങൾ. ഇതാണ് ഞങ്ങളുടെ കുട്ടിക്കൃഷ്ണന്മാര് അല്ലേ. നേരെ പേര് പറയൂ, ഈ കൃഷ്ണന്റെ പേര് പറയൂ. പേരെന്താ? ഐനീഷ്. ഇയാളോ? ദീക്ഷിത്. അൻവിത്. അവിടെയോ? ഗോപാൽ. യശ്വന്ത്. വെരി ഗുഡ്. അഭിജിത്ത്. അതുൽ. അതുലിൻ്റെ അച്ഛനെ ഞങ്ങൾക്കറിയാം കേട്ടോ. നല്ല വെയിലത്ത് പാവം കുട്ടികളിങ്ങനെ കൃഷ്ണന് വേണ്ടി വേഷമൊക്കെ കെട്ടി നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അവരെ. അങ്ങനെ ഞങ്ങൾ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും കുറച്ച് പേരായിട്ട് കഴിക്കണം. അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു കുട്ടിയെ ഏൽപ്പിച്ചാണ്. അപ്പോൾ അവനൊരു ഓട്ടപ്രദക്ഷിണത്തിൽ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. എങ്കിലും വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എല്ലാ വകയും കൂട്ടി എല്ലാ കറികളും 2 വക പായസമൊക്കെ ആയിട്ടായിരുന്നു അന്നദാനം. ഗംഭീരമായിരുന്നു കേട്ടോ ഇന്നത്തെ അന്നദാനം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള അന്നദാനം. എല്ലാവരും ഒന്ന് അന്നദാനം കഴിക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി കൃഷ്ണ ജയന്തി. ശരി വേണം. സന്ധ്യ വളർന്നു. എല്ലാം എടുക്കട്ടെ.
ഇത് ചെമ്പിൽ വെള്ളമാക്കി വെച്ചിരിക്കുക. അതാണ് അത് ചരക്ക്. ഇതാ വെപ്പുകാർ ടീം ഇവരെല്ലാരും കൂടെ വെച്ചിരിക്കണമെന്ന് ഒട്ടും ഭർത്താരു അന്നദാന സദ്യ ഭയങ്കര അനുഭവമാണ്. അപ്പൊ ഞങ്ങളെ ക്ഷണിക്കുന്ന ആളിതാ സുഭദ്ര ചേച്ചിയാണ്. എപ്പോഴും വെപ്പ് എല്ലാ പണിയും ചെയ്യും. ഞാൻ കേൾക്കുന്നില്ല. ഗ്രീഷ. പേര് പറ. പേര് പറഞ്ഞോട്. പേര് പറ. പേര് പറഞ്ഞോട്. ഞാൻ ഒന്നും ഇട്ടിട്ടാ. നീ പേര് പറഞ്ഞോട്. ആത്മീക. ഒന്നും കൂടെ പറ. ആത്മീക. നമ്മുടെ പണ്ടത്തെ ഐസ് പെട്ടി അല്ലേ? പഴയ ഐസ് പെട്ടി അല്ലേ ഏട്ടാ? എന്തൊക്കെയുണ്ട് നോട്ടെ കാണിക്കൂ. ഇപ്പൊ കോണൊക്കെ വന്നു. അല്ലാതെ എന്തൊക്കെയുള്ള നോക്കട്ടെ ഏട്ടാ. കുൽഫി, കോണ്, കുൽഫി. മറ്റേ നമ്മുടെ പാലൈസ് ഇല്ല? ഇല്ല. പണ്ടൊക്കെ പാലൈസായിരുന്നു അല്ലേ? പഴയ ഓർമ്മകൾ. ഒരു ചുവപ്പ് കളറിൽ ഒന്ന് മതി. ആ പാൽ കുൽഫി എത്രയാ? 20 രൂപ. പാൽ കുൽഫി. പഴയ നോസ്റ്റാൾജി. അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോവാണ്. സ്കൂട്ടി ഉണ്ട്. ഇവിടെ നിന്ന് അടുത്ത വീട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ നമ്മുടെ അമ്പലം. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ വാഴക്കോട് ഒരു കുടുംബത്തിൻ്റെ ക്ഷേത്രമാണിത്. ഇവിടെ ഞങ്ങൾ സ്ഥിരം പൂജയ്ക്കൊക്കെ വരുന്ന ക്ഷേത്രം. അതുപോലെ അപ്പുറത്തെ ക്ഷേത്രം. ഇവിടെ മൊത്തം ക്ഷേത്രങ്ങളാണ്. മിൽക്ക് കുൽഫി ആയതുകൊണ്ട് അവൻ കഴിക്കണേ. പഴയ നോസ്റ്റാൾജിയ. പണ്ട് ചെറുപ്പത്തിൽ ഐസ് പെട്ടി വരുമ്പോൾ മാൻ കഴിച്ചൊരു നോസ്റ്റാൾജിക്ക് വാങ്ങിച്ചാട്ടോ. നന്നായിട്ടുണ്ട്. പാലില്ലായിരുന്നു അല്ലേ? പഴയ പാൽ എന്താ പറയുന്നത്? പാൽ കുൽഫിയോ? അതില്ല. സേമിയ അതില്ല. ഇപ്പോൾ വെറൈറ്റി. കൊച്ചും കൂടെ കഴിച്ചു. കടിച്ച് കൊടുക്കാം. തണുപ്പ് വേണ്ടേ? വൈകിട്ടായി കേട്ടോ. ശോഭയാത്രയാണ്. നമ്മളുടെ കുട്ടികളെ കൃഷ്ണവേഷം കെട്ടി ശോഭ. ശിവേട്ടനപ്പോൾ പൂജ കഴിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി പൂജ. അപ്പോൾ നമ്മൾ ഇന്ന് 12 മണിക്കാണ്. പക്ഷെ നമ്മൾ സന്ധ്യയ്ക്ക് തന്നെ പൂജ കഴിക്കും. ശിവേട്ടനാണ് ഒന്ന് പൂജ കഴിക്കുന്നത്. തുളസി മാലയൊക്കെ ഇട്ടിട്ട് എൻ്റെ കണ്ണൻ ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ ഗംഭീരമായി ആഘോഷിച്ചു. അപ്പം എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ദിവസം എല്ലാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ. രാധേ രാധേ.